നമസ്കാരം. ഓരോ ദിവസം ചെല്ലുന്തോറും ആവേശകരമായ മത്സരങ്ങൾ സമ്മാനിക്കുന്ന ചെമ്മണ്ണൂർ ജുവലേഴ്സ് അശ്വമേധം എന്ന ഈ സെർബൽ ചെസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പാർട്ടിസിപ്പൻസ് ലിസ്റ്റിലേക്ക് മിസ്റ്റർ രാജേഷ്, ചിറയൻകീഴ് സ്വദേശി, അദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡിൽ ഉദ്യോഗസ്ഥനാണ്. സെക്കൻഡ്ലി മിസ്റ്റർ പ്രവീൺ കുമാർ, MCAക്ക് പഠിക്കുന്ന അദ്ദേഹം പത്തനംതിട്ട ജില്ലയിലെ ലാക്കൂരിൽ നിന്നുമാണ് എത്തിയിരിക്കുന്നത്. തേർഡ്ലി മിസ്റ്റർ വേണുഗോപാൽ, ചേർത്തല സ്വദേശി, അദ്ദേഹം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്യോഗസ്ഥനാണ്. ആൻഡ് ഫൈനലി മിസ്റ്റർ കൃഷ്ണകുമാർ, വെഞ്ഞാറമൂടിൽ നിന്നും എത്തിയിരിക്കുന്ന കൃഷ്ണകുമാർ ITI സ്റ്റുഡന്റ് ആണ്. And now, to start the battle of wisdom, let's invite our Grandmaster Mr. G.S. Pradeep onto the dais. Welcome to Chamanur Jewelers, Ashwamedham. Sri C. Ashokan and Sri V.K. Joseph, സ്വാഗതം സിസ്. നിങ്ങളിൽ ആരാണ് ആദ്യമായി കസേരയിലിരിക്കുക എന്നറിയാനുള്ള സൂചനകളിലേക്ക് കടക്കുന്നു. പ്രശസ്തനായ ഈ മലയാള നോവലിസ്റ്റിൻ്റെ പേരാണ് എനിക്കറിയേണ്ടത്. നിറമുള്ള നിഴലുകൾ ഇദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണ്. ഇണങ്ങാത്ത കണ്ണികൾ, അവകാശികൾ, യെസ്, വിലാസിനി. വിലാസിനി എന്ന MK മേനോൻ ശരിയായ ഉത്തരം. താങ്കൾക്ക് മത്സരിക്കാം ഇണങ്ങുന്ന ഈ കണിയിൽ, അശ്വമേധത്തിൽ. പത്തനംതിട്ട ജില്ലയിൽ ലാക്കൂർ അതെവിടെയാണ്? കോന്നിക്കട്. എന്താണ് ഈ ലാക്കൂറിന്റെ പ്രസക്തി, സ്ഥലത്തിനെ കുറിച്ച് പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ട്? പ്രത്യേകിച്ച് പ്രസക്തി ഒന്നുമില്ല. ലാക്കൂർ എന്തെങ്കിലും അവിടെ നാട് ഐതിഹ്യമോ കഥയോ അങ്ങനെ? ഇല്ല ഇല്ല. MCAക്കാണ് പഠിക്കുന്നത്. BSc മാത്സ് ആയിരുന്നു. അതെ. ആൻഡ് സന്നാഹത്തിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യാനുള്ള ഭാഗ്യകുംഭവുമായി അനുശ്രീ പ്ലീസ്. പേരെന്താണ് പറഞ്ഞത്? പ്രവീൺ. താങ്കൾക്ക് പ്രാവീണ്യമുള്ള വിഷയം തന്നെ ആകട്ടെ താങ്കൾക്ക് കിട്ടിയത് എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്കൾക്കിത് എഴുതാനുള്ള സമയമാണ്. സ്വാഗതം ചെയ്യാം പത്തനംതിട്ടയിലെ ലാക്കൂറിൽ നിന്നെത്തിയ പ്രവീണിനെ ചെമ്മണ്ണൂർ ജുവലേഴ്സ് അശ്വമേധത്തിലേക്ക്. മലയാളി? മനുഷ്യൻ? അതെ. പുരുഷൻ? അതെ. ജീവിച്ചിരിക്കുന്നു? അതെ. ഇന്ത്യൻ? യെസ്. സൗത്ത് ഇന്ത്യൻ? നോ. 50 വയസ്സിന് മുകളിൽ പ്രായം? നോ. സ്പോർട്സ്? യെസ്. ക്രിക്കറ്റ്? യെസ്. ഇപ്പോഴും അദ്ദേഹം കളിക്കുന്നുണ്ട് എന്താ ദേശീയതലത്തിൽ? ദേശീയതലത്തിലെങ്കിലും റിട്ടയർ ചെയ്തോ എന്നാണ് ചോദ്യം. റിട്ടയർ ചെയ്തില്ല. 10 ചോദ്യങ്ങൾ, 10 ഉത്തരങ്ങൾ. യജ്ഞം. ബാറ്റ്സ്മാൻ എന്ന നിലയിലാണ് പ്രധാന പ്രസക്തി. ബാറ്റ്സ്മാൻ എന്ന നിലയിലും പ്രശസ്തനാണ്. An all-rounder can be either a batting all-rounder or a bowling all-rounder. Sachin Tendulkar is a batting all-rounder. Ajit Agarkar is a bowling all-rounder. Kapil Dev was a bowling all-rounder. താങ്കൾ വിചാരിച്ച വ്യക്തി ഒരു ബാറ്റ്സ്മാൻ എന്നതാണോ പ്രധാനം? നോ. ഇപ്പൊ ഇന്ത്യൻ ടീമിലുണ്ടോ? നോ. മീഡിയം പേസോ ആണോ എടുത്തത്? ലൈഫിൽ അല്ല. ഇന്ത്യൻ ടീമിൽ എപ്പോഴെങ്കിലും കളിച്ചിട്ടുണ്ടോ?
യെസ്. ഇന്ത്യൻ ദേശീയ ടീമിൽ അംഗമായിരുന്നു. തീർച്ച? യെസ്. ജൂനിയർ ടീമല്ല ഞാൻ ഇന്ത്യൻ ദേശീയ ടീമെന്ന് ഉദ്ദേശിച്ചത്. ഇന്ത്യയുടെ ടീമിൽ ദേശീയ ടീമിൽ കളിച്ചിട്ടുണ്ട്. കളിച്ചിട്ടുണ്ട്. പതിനഞ്ച് ഒരു ഓഫ് സ്പിന്നർ. നോ. നോട്ട് ഓഫ് സ്പിന്നർ അല്ലേ? പതിനാറ് ബൗളർ. നോ. Is it 9 Monkia? യെസ്. That is an intelligent selection, rather a brilliant selection. പേസ് ബോളർ മീഡിയം പേസ് ആണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ലൈഫ് ലൈൻ സ്വീകരിച്ച് തന്നെ പറ്റിക്കാൻ വേണ്ടി ചെറിയൊരു ട്രിക്ക്. ഓക്കെ, ഫാറൂഖ് എൻഷിലിയ, സയ്യിദ് കർമാനി, കിരൺ മോറെ, ചന്ദ്രകാന്ത് പണ്ഡിറ്റ്, സദാനന്ദ് വിശ്വനാഥ്, നയൻ മോങ്കിയ, ദീപ് ദാസ് ഗുപ്ത, അജയ് ദത്ത. Have a break for wicket keeping.